വെൽക്കം ടു മഞ്ജൂസ് ഫുഡി സെറ്റ്. ഇന്ന് കാണിക്കാൻ പോകുന്നത് ഒരു മൈക്രോഗ്രീൻ യൂസ് ചെയ്തിട്ടുള്ള ഒരു തോരനാണ്. മൈക്രോഗ്രീൻസ് എന്താണെന്ന് ഇപ്പോൾ എല്ലാവർക്കും അറിയുന്നുണ്ടാവുമല്ലോ അല്ലേ? ഇനി ഒട്ടും അറിയാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കായിട്ട് പറയുകയാണ്. മൈക്രോഗ്രീൻസ് എന്നാൽ നമ്മൾ വിത്ത് മുളപ്പിച്ചിട്ട് ഏതാണ്ട് 2 ആഴ്ചയ്ക്കുള്ളിൽ പ്രായമുള്ള തൈകളേനാണ് മൈക്രോഗ്രീൻസ് എന്ന് പറയുന്നത്. ഇതിന് 2 ഇല പ്രായമെന്നും പറയാം. നമുക്കിത് മണ്ണിലോ ചകിരിച്ചോറിലോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറിലിട്ടിട്ടോ ഇനി അതൊന്നുമില്ലെങ്കിൽ ചാക്കിൻ്റെ പീസ് അതല്ലെങ്കിൽ കോട്ടൺ തുണി, ഇത് ഏത് മീഡിയം വേണമെങ്കിലും ഇത് വളർത്താൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഇതിന് ചെറിയ രീതിയിൽ സൺലൈറ്റും അല്പം വെള്ളവും മാത്രം മതി. നമ്മൾ ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ചെടികളെ 3 നേരവും ചെറുതായിട്ടൊന്ന് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കണം. നമുക്ക് വീടിനകത്ത് വിൻഡോ സൈഡിൽ അതല്ലെങ്കിൽ ടേബിളിൻ്റെ മുകളിലോ ഫ്രിഡ്ജിൻ്റെ മുകളിലോ അങ്ങനെ എവിടെയാണോ സൗകര്യം അവിടെ നമുക്ക് വെച്ച് വളർത്തിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഇനി എങ്ങനെയാണ് തോരൻ ഉണ്ടാക്കുകയെന്ന് നോക്കാം. അതിന് മുന്നായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓൾ കൂടെ ഒന്ന് എനേബിൾ ആക്കിക്കോളൂ. എങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് 7 ദിവസം പ്രായമായിട്ടുള്ള ചെറുപയറിൻ്റെ തൈകളാണ്. ഇനി നമുക്ക് തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ കഴിക്കുന്ന ഏത് ധാന്യവും നമുക്കിതുപോലെ വളർത്തിയെടുക്കാം. കടല, പയർ, ഗ്രീൻ പീസ്, ചെറുപയർ, അതുപോലെ തന്നെ കടുക്, ഉലുവ, ഇത് എല്ലാം നമുക്കിതുപോലെ വളർത്താം. സലാഡായിട്ടോ അതല്ലെങ്കിൽ കറികൾക്കോ തോരനോ എങ്ങനെ വേണമെങ്കിലും ഇത് ഉപയോഗിക്കാം. നമുക്ക് ഇലക്കറികളൊക്കെ കഴിക്കാൻ മടിയുള്ള പിള്ളേർക്ക് ദോശയുടെ ഇഡ്ഡലിയുടെ ഒക്കെ മാവിൻ്റെ കൂടെ ഇതൊന്ന് അരച്ച് ചേർത്ത് ഉണ്ടാക്കി കൊടുക്കാവുന്നതേ ഉള്ളൂ. തോരൻ ഉണ്ടാക്കാനുള്ള പാൻ ഇപ്പോൾ ഇവിടെ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഇത് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നീളത്തിൽ തിന്നായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സവാള ചേർത്തിട്ട് നന്നായിട്ട് ട്രാൻസ്പെറൻ്റ് ആകുന്നത് വരെ ഇളക്കി കൊടുക്കാം. സവാളയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പാകത്തിന് ഉപ്പ്, പിന്നെ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ലീവ്സ് ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഒന്നും കൂടെ വഴറ്റിയെടുക്കാം. ലീവ്സ് അടച്ചു വെച്ച് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഒരു 3 മിനിറ്റോളം വേവിച്ചെടുത്താൽ മതി. അപ്പോഴേക്കും ലീഫൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടും. ഇപ്പോൾ ഏതാണ്ട് 3 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇതിലേക്ക് നാളികേരം, പച്ചമുളക്, കറിവേപ്പില ഇത് 3ഉം കൂടിയിട്ട് നന്നായിട്ടൊന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് 1/2 മുറി തേങ്ങയുടെ പകുതിയാണ്. തേങ്ങയുടെ അളവും മുളകിൻ്റെ അളവും നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. 2 മിനിറ്റ് നമുക്കിതുപോലെ തന്നെ ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. അപ്പോഴേക്കും ഇതെല്ലാം നന്നായിട്ട് വെന്ത് സെറ്റായി കിട്ടും. ഇപ്പോൾ ഇതെല്ലാം കറക്റ്റ് പാകത്തിനായിട്ടുണ്ട്. വെറും ഒരു 5-6 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് തോരൻ റെഡിയാക്കാവുന്നതാണ്. വളരെ ടേസ്റ്റിയാണ്, മാത്രമല്ല ഭയങ്കര ഹെൽത്തിയുമാണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വിഷമില്ലാത്ത ഇലക്കറി നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ വളർത്തിയെടുക്കാവുന്നതാണ് വളരെ എളുപ്പത്തിൽ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ. പിന്നെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.